അതേസമയം കാലവർഷം ഇന്ന് എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷംന കൂടി ചേരുന്നുണ്ട്. ഷംന, ഇതിലിപ്പോൾ ഈ അറിയിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ടോ? കാലവർഷം കനക്കും എന്ന് തന്നെയാണോ ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്? ഇന്ന് മൂന്ന് ജില്ലകൾ ഒഴികെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ബാക്കി 11 ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കും തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പെയ്യുന്നത് കാലവർഷമാണ് എന്ന തരത്തിൽ ചില സ്വകാര്യ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നില്ല. എന്തായാലും ഇന്ന് കാലവർഷം എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം നമുക്കറിയാം, കാലവർഷം സ്ഥിരീകരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും പൂർത്തിയാകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പോ സ്ഥിരീകരണമോ ഒന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ 14 മഴ മാപ്പിനികളിൽ 8 എണ്ണത്തിൽ, അതായത് 60% തുടർച്ചയായി 2 ദിവസം ഒരു നിശ്ചിത അളവിൽ മഴ ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാലവർഷം എന്നെത്തും എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അത് പൂർത്തിയാകി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാലവർഷം ഇന്ന് എത്തും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും മഴ കനക്കും, ശക്തമായ മൺസൂൺ ആയിരിക്കും ഇത്തവണ എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ജൂൺ 15 കൂടിയാണ് ഇന്ത്യയിലെ രാജ്യത്തൊട്ടാകെ മൺസൂൺ ശക്തമാകുന്നത്. മൺസൂൺ എത്തുന്നത് ജൂൺ 15 കൂടിയായിരിക്കും രാജ്യത്തൊട്ടാകെ. അതേസമയം ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശക്തമായ മൺസൂൺ ആയിരിക്കും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്ത് ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. കാലവർഷം എത്തും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ മുന്നറിയിപ്പുള്ളത്. റൈറ്റ്. എന്തായാലും കാലവർഷം കൂടി കനക്കുന്നതോടെ സംസ്ഥാനത്ത് വീണ്ടും വലിയ ദുരിതത്തിലേക്ക് ജനങ്ങൾ പോകുന്നുവെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം തന്നെ നിലവിലെ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടി വരുന്നത്. അതേസമയം